ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ഫ്ലമിംഗ് ഹോളിഡേ. സോ ഇന്നത്തെ വീഡിയോ ട്രാവൽ വ്ളോഗാണ്. ചെറിയ ട്രിപ്പുമാണ് വിത്ത് ഫാമിലി ഊട്ടിയിലേക്ക്. സോ ഊട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ല ട്രെൻഡിങ് ആയിരുന്നു. വിൻ്റർ സമയത്ത് ഊട്ടിയിൽ സ്നോ, ഐസ് അങ്ങനെ പറഞ്ഞാൽ നല്ല ട്രെൻഡിങ് ആയിരുന്നു. സോ ആ ഒരു ക്ലൈമറ്റും ആ ഒരു സംഭവമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോവാണ് കേട്ടോ. 24th ഈവനിങ് ആണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേ അവിടെ എത്തിയിട്ട് സ്റ്റേ ചെയ്യുക. എന്നിട്ട് നാളെ കംപ്ലീറ്റ് 25th കംപ്ലീറ്റ് ഊട്ടി എക്സ്പ്ലോർ ചെയ്യുക ആൻഡ് നൈറ്റ് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പ്ലാന്. സോ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളെ ഗൂഡല്ലൂർ എത്തിയ സമയത്താണ് രാത്രി ഫുഡ് കഴിച്ചത് കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല റെസ്റ്റോറൻ്റ് ആയിട്ടോ അത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല ലൈറ്റും ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീടുകളിലും ഷോപ്പുകളിലൊക്കെ തന്നെ നല്ല രീതിക്ക് തന്നെ ആ ഒരു ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഊട്ടി എത്തുന്നതിന് മുമ്പായിട്ട് നല്ല കോടുണ്ടായിരുന്നു കേട്ടോ രാത്രി സമയത്ത് റോഡിൽ. ഫ്രണ്ടൊക്കെ ഒന്നും കാണാത്ത രീതിയിൽ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഊട്ടിയിൽ ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇഷ്ടമാണ്. ഒരു മടുപ്പില്ല കേട്ടോ എനിക്ക് ഊട്ടിയിൽ പോകാൻ. ഡെസ്റ്റിനേഷൻസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അതായത് ബോട്ടാണിക്കൽ ഗാർഡന് അതൊന്നും അത്ര പിന്നെ പോകാൻ ഒന്നുമില്ല. എന്നും ഒരേപോലെ തന്നെയാണ് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും. പക്ഷേ അവിടുത്തെ വെതർ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറാണ് അവിടുത്തെ. അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടിയും എല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു മടുപ്പൊന്നുമില്ല കേട്ടോ എത്ര തവണ പോയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണിത്. ഒരു റെസിഡൻസ് ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഈ സീസൺ ആയതുകൊണ്ട് തന്നെ റൂംസൊക്കെ കിട്ടാൻ പാടായതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് അവിടുത്തെ രീതിയിലുള്ള വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ റൂമിലെത്തി നല്ല തണുപ്പായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ഞങ്ങൾ എന്താ പറയുക ഡ്രസ്സൊക്കെ ചെയ്ത് സ്നോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും പോകുന്നില്ല, കുറച്ച് പേര് മാത്രം കേട്ടോ. ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്, സ്നോ ഉള്ള ഐസുള്ള ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ മോർണിംഗ് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഇവിടുത്തെ ഓരോ പുല്ലിനും ചെടിക്കും പൂക്കൾക്കൊക്കെ നല്ലൊരു ഭംഗിയാണ്. ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇതൊക്കെ നല്ലോണം ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ റോഡ് സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഡെയ്സികളൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയാണ് അതൊക്കെ കാണാനെന്നാൽ. നല്ല ടൈനി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെയ്സി ഫ്ലവേഴ്സൊക്കെ റോഡ് സൈഡിൽ നിറയുണ്ട്. നമ്മളെ നാട്ടിൽ അതൊന്നും ഉണ്ടാവില്ല, കാരണം തണുപ്പ് വേണം തോന്നുന്നു അതിനൊക്കെ. അപ്പം ഞങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്, വൈറലായിട്ടുള്ള. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ സൈഡിലൊക്കെ ഈ ഇതുണ്ട്, സ്നോ ഉണ്ട്. പക്ഷേ നല്ല ക്രൗഡായിരുന്നു. ലൈക്ക് നല്ല പാർക്കിങ്ങൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഇപ്പറാണ് വണ്ടി വെച്ചത്. എന്നിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നതാണ് കേട്ടോ. ശരിക്കുള്ള ഡെസ്റ്റിനേഷനിൽ ഞങ്ങളെത്തിയില്ല. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. നല്ല തണുപ്പായിരുന്നു, ഫ്രീസാവുന്ന രീതിയിലുള്ള തണുപ്പായിരുന്നു കേട്ടോ. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ മെയിൻ ഏരിയ അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ പോലീസൊക്കെ ഉണ്ട്, അവിടേക്ക് കയറ്റമൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളതിന് അവിടെ എത്തിയില്ല, അതിന് കുറച്ച് മുമ്പായിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പം ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴേക്ക് ആ ഒരു സമയത്ത് എത്തിയിരുന്നെങ്കിൽ നല്ല ഐസ് കാണാമായിരുന്നു. പക്ഷെ ഞങ്ങൾ 7 കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. അപ്പം അത്യാവശ്യം വെയിൽ വന്നതുകൊണ്ട് തന്നെ ഐസൊക്കെ മെൽറ്റ് ആവാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമാണ്, തടാകമോ അങ്ങനെ എന്തോന്നാണ്, പുഴ അങ്ങനെ എന്തോന്നാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഐസാണ് കാണുന്നത്. ഞാനൊരു കോൾഡ് വെതർ പേഴ്സൺ അല്ല. സോ എനിക്ക് എക്സ്ട്രീം ലെവലായിരുന്നു കേട്ടോ ഇവിടുത്തെ തണുപ്പ്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ എനിക്ക് നല്ല തണുപ്പായിരുന്നു. ലൈക്ക് ഫ്രീസ് ആകും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൈയൊക്കെ മരവിച്ച് ഒരവസ്ഥ ആയിട്ടുണ്ട്. ഒന്നും ഒരു സ്വാധീനമില്ലാത്ത പോലെ, നമുക്ക് ഫോണൊന്നും പ്രോപ്പറായിട്ട് പിടിക്കാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വൈറ്റ് കാണുന്നൊക്കെ ഐസാണ്. ലീവ്സൊക്കെ ഇങ്ങനെ ഐസ് മൂടിയിട്ട് ഇങ്ങനെ വാടിയ പോലെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിക്ക് തന്നെ
ഐസ് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് കാണാൻ പറ്റിയത്. പക്ഷെ തണുപ്പ് എക്സ്ട്രീം ലെവലാണ്. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് അവിടെ കുറച്ചധികം സമയം നിന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും തണുപ്പങ്ങനെ സഹിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. കൈയൊക്കെ തണുക്കണ നല്ല തണുപ്പുള്ളൂ, മഞ്ഞില്ല, മഞ്ഞൊക്കെ കണ്ടോ, കൈ കണ്ടോ. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ബോഡിയൊന്നും നമ്മൾ വിചാരിച്ചപ്പോൾ അങ്ങനെ മൂവ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. ഒരുമാതിരി അവസ്ഥയായിരുന്നു. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, തെർമൽ ഇട്ടിട്ടുണ്ട്, ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, എന്നിട്ടൊന്നും എനിക്ക് ആ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മളെ എക്സ്പോസ് ചെയ്യുന്ന ഏരിയ, അതായത് കൈയും ഫേസും ഒക്കെ നന്നായിട്ട് തന്നെ മരവിച്ച പോലാകുന്നുണ്ട്. പിന്നെ നല്ല രീതിക്ക് ഷിവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് അപ്പുറമായിരുന്നു കേട്ടോ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കണ്ട വയലിലൂടെ താഴേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് കാറിലൊന്ന് എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. കാരണം മരവിച്ചിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഡെയ്സി ഫ്ലവർ. ഇത് അത്ര ബ്യൂട്ടിഫുൾ അല്ല, ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പറിച്ചിട്ട് കാര്യമില്ല, പെട്ടെന്ന് തന്നെ വാടിപ്പോ, നാട്ടിലെത്തുമ്പോഴേക്കൊക്കെ വാടിപ്പോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ റൂമിലേക്ക് തന്നെ പോവാണ്. റൂമിലെത്തിയിട്ട് നമുക്ക് ലഗേജൊക്കെ എടുത്ത് കാറിൽ വെച്ചിട്ട് പിന്നെ ബാക്കി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ സൺലൈറ്റ് വന്നിട്ട് ഇവിടുത്തെ നല്ല ഭംഗിയില്ലേ കാണാൻ, പ്രകൃതി കാണാൻ നല്ല ഭംഗിയില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറാണ് ഇവിടുത്തത്. അപ്പോൾ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഊട്ടിയിലെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇങ്ങനെ ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ് നല്ലത്. വെറുതെ ഇങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ അതൊന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. സൺലൈറ്റ് വന്ന സമയത്ത് തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. തണുപ്പുണ്ടെന്നാലും അത് ചൂട് കിട്ടുമ്പോൾ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ലഗേജൊക്കെ എടുത്ത് അങ്ങനെ പുറത്തിറങ്ങി. അവിടെ നല്ലൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഞാൻ കുറച്ച് ഡെയ്സി ഫ്ലവർ വെച്ചിട്ടുള്ള പ്രസനായിരുന്നു അത് നിങ്ങൾ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറാമെന്ന് വിചാരിച്ച് കണ്ടൊരു റെസ്റ്റോറൻറ്റ് കയറി. തലശ്ശേരി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അത്. പക്ഷേ അത് പേര് മാത്രമേ ഉള്ളൂ. അവിടെ കയറിയാൽ നല്ല ഫുഡ് കിട്ടും എന്നുള്ള രീതിയിലാണ് അവിടെ കയറിയത്. പക്ഷേ ഗായ്സ് വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നിനും കൊള്ളാത്ത ഫുഡായിരുന്നു. അവിടെ ദോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദോശ ആണെങ്കിൽ കഴിക്കാൻ പറ്റാത്ത ദോശയായിരുന്നു ഗൈസ്. അങ്ങനെ ആരും നല്ലോണം അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ബാഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടുന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ലൗഡേയിൽ പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്.
ലൗഡയിലെത്തി. അവിടെ ട്രെയിന് ഇപ്പം ഇല്ല, നമുക്ക് ഈവനിങ് ആണ് ട്രെയിൻ ഉള്ളത്, ലൈക്ക് ടിക്കറ്റ് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതുവഴി ട്രെയിൻ പാസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നിട്ടോ. വെയിലുള്ളതുകൊണ്ട് തന്നെ ഇപ്പം തണുപ്പ് അങ്ങനെ അറിയുന്നില്ല, നോർമൽ ഒരു ഊട്ടി ക്ലൈമറ്റാണ്. Hi guys. നെക്സ്റ്റ് ഞങ്ങൾ മോഡീസിലാണ് കേട്ടോ എത്തിയത്. ഇത് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് റീൽസിലൊക്കെ. ഊട്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ കയറണം എന്ന് പറഞ്ഞാൽ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതൊരു സ്വർഗമാണ് ഗൈസ്. എന്നെപ്പോലുള്ളവർക്ക്, സ്പെഷ്യലി എന്നെപ്പോലുള്ളവർക്ക് ഇതൊരു സ്വർഗം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ചോക്ലേറ്റ്സ്, കോഫി, ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ഹോട്ട് ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബേക്ക്ഡ് ഐറ്റംസ് ലൈക്ക് ബണ്ണൊക്കെ അല്ലേ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ സ്ട്രോബെറി ചോക്ലേറ്റും ഹോട്ട് ചോക്ലേറ്റും ആണ് വാങ്ങിയത്. ഞാനൊരു ഹേസൽനട്ട് ഹോട്ട് ചോക്ലേറ്റാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, ചോക്ലേറ്റ് ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ മധുരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ സൂപ്പർ ആവുമായിരുന്നു എന്ന് തോന്നി. എല്ലാവർക്കും ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമായില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അവിടെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടെ വന്ന് ലേക്കിൽ വന്നു കേട്ടോ. ലേക്കിൽ വന്നപ്പോൾ ഒടുക്കത്തെ തിരക്കാണ്. അപ്പോൾ അവിടെ ലേക്കിൽ കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഷോപ്സ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ ഊട്ടിയിലെ സ്പെഷ്യലായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അവിടെ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്നൊന്നും കിട്ടില്ല. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് കർണാടക ഗാർഡനിലാണ്. ഇത് ഈ അടുത്തായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി ഗാർഡനാണ്. കാരണം ഒരുപാട് ഏരിയ ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ലോങ് നമുക്ക് നടക്കാനുണ്ട്. പിന്നെ ഫോട്ടോസ്, വീഡിയോസ് അങ്ങനത്തെ ഒക്കെ എടുക്കാൻ ഒരുപാടുണ്ട് ഏരിയ. അപ്പോൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ ഈവനിങ് ഞങ്ങൾ റിട്ടേൺ പോന്നു കേട്ടോ. അപ്പോൾ പിന്നെ പോരുന്ന വഴിക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ചോക്ലേറ്റ് കട ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ റിട്ടേൺ പോന്നിട്ടോ. പോരുന്ന വഴിക്ക് ചോളോ ക്യാരറ്റൊക്കെ അതും വാങ്ങിച്ച് റോഡ് സൈഡ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഊട്ടി ട്രിപ്പ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.